നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 40 വയസ്സുണ്ട് മാനുവൽ ന്യൂയർക്ക്. 2024 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചയാളാണ്. 124 അന്താരാഷ്ട്ര മത്സരങ്ങൾ ജർമ്മനിക്ക് വേണ്ടി കളിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജർമ്മനിയുടെ ഈ വേൾഡ് കപ്പിനുള്ള പ്രിലിമിനറി സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഈ വാർത്ത ജർമ്മൻ മാധ്യമങ്ങൾ കൺഫേം ചെയ്ത് തന്നെ പറയുന്നുണ്ട്. വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി, കുർസാവോ, ഐവറി കോസ്റ്റ്, ഇക്കഡോർ എന്നീ ടീമുകൾക്കൊപ്പമാണ് കളിക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഫിഫക്ക് സബ്മിറ്റ് ചെയ്ത 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ മാനുവൽ ന്യൂയറെ യൂലിയൻ നെഗൽസ്മാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2024 ശേഷം ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടേയില്ല. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത തെളിയുന്നത്. സ്കൈ സ്പോർട്സിൻ്റെ ഫ്ലോറിയൻ പ്ലറ്റൻബർഗ് വളരെ കൃത്യമായിട്ട് ജർമ്മനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. യൂലിയൻ നെഗൽസ്മാന് മാനുവൽ ന്യൂയറെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് കോളപ്പ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നു. ന്യൂയർ ജർമ്മനിയുടെ 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഫിഫക്ക് സെൻഡ് ചെയ്ത 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ മാനുവൽ ന്യൂയറുണ്ട്. ഗോൾ കീപ്പറും കോച്ചും തമ്മിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ അധികം വൈകാതെ ഇതിലൊരു തീരുമാനം വരും. ഒരു പക്ഷേ വേൾഡ് കപ്പിന് 40-കാരനായിട്ടുള്ള മാനുവൽ ന്യൂയർ പോയേക്കും എന്നാണ് ഇപ്പോൾ ഫ്ലോറിയൻ പ്ലറ്റൻബർഗിൻ്റെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും. അറിയാലോ, മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗന് അവരുടെ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് വേൾഡ് കപ്പിന് പോകണമെന്നുണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിക്ക് വല്ലാത്ത രൂപത്തിൽ വലച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ന്യൂയർ ഇപ്പോഴും മിന്നും ഫോമിലാണ്. നമ്മളത് ബയൺ മ്യൂണിക്കിൽ കാണുന്നുണ്ട്. പ്രായം തളർത്താത്ത പ്രതിഭയാണ് ന്യൂയർ. ആ ന്യൂയർ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത തെളിയുന്നത്. എന്തായാലും പ്രാഥമിക ലിസ്റ്റിൽ, പ്രിലിമിനറി ലിസ്റ്റിൽ അദ്ദേഹത്തെ ഇപ്പോൾ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.